ഹായ് ഫ്രണ്ട്സ്, കൊച്ചുമണി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് LP UP സ്കൂൾ ടീച്ചറൊക്കെ കഴിഞ്ഞ കൂട്ടുകാർക്കായി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് GK സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നദിയുടെ തീരത്താണ് റോമ നഗരം സ്ഥിതി ചെയ്യുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നദിയുടെ തീരത്താണ് റോമ നഗരം സ്ഥിതി ചെയ്യുന്നത്? എൻ്റെ ഉത്തരം സി ആണ്, ടൈബർ. ടൈബർ നദിയുടെ തീരത്താണ്. 2, പട്ടണം ഉത്ഖനനം നടക്കുന്ന ജില്ല. പട്ടണം ഉത്ഖനനം നടക്കുന്ന ജില്ല. എൻ്റെ ഉത്തരം ആണ് എറണാകുളം. 3, സീമ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം. എൻ്റെ ഉത്തരം ബി ആണ്, കടൽത്തറ. 4, ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ. എൻ്റെ ഉത്തരം ഡി ആണ്, ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ചോദ്യം, 5ാമത്തെ ക്വസ്റ്റ്യൻ, ഏതിനു പകരമുള്ള പുതിയ സംവിധാനമാണ് 2015 നിലവിൽ നീതി ആയോഗ്? എൻ്റെ ഉത്തരം എ ആണ്, ആസൂത്രണ കമ്മീഷൻ. 6, സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതാരെ? എൻ്റെ ഉത്തരം സി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. 7, ഡയറ്റ് ഏത് രാജ്യത്തിൻ്റെ പാർലമെന്റാണ്? ഉത്തരം ബി ആണ്, ജപ്പാൻ. 8, ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി? ഉത്തരം ഡി ആണ്, ചാലക്കുടിപ്പുഴ. 9, ഹാര് ഡോമർ മോഡൽ അടിസ്ഥാനമായി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഉത്തരം എ ആണ്, 1ാം പഞ്ചവത്സര പദ്ധതി. 10, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? ഉത്തരം സി ആണ്, APJ അബ്ദുൽ കലാം. 11, ക്ലോർ ആൽക്കലി പ്രവർത്തനം താഴെ പറയുന്ന ഏത് രാസവസ്തുവിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിൻ്റെ ഉത്തരം സി ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. 12, ആംസ്ട്രോം മെഷർ എന്നത് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിൻ്റെ ഉത്തരം തന്നിരിക്കുന്നതിൽ ശരിയില്ല. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം അളക്കാനാണ് ആംസ്ട്രോം മെഷർ ഉപയോഗിക്കുന്നത്. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം. 13, താഴെ പറയുന്നതിൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഏത്? ഉത്തരം എ ആണ്, ആൽഫ കണം. 14ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത്? ഉത്തരം ഡി ആണ്, റോമർ. 16, എക്സ്റേ പതിക്കാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്? ഉത്തരം എ ആണ്, ലെഡ്. 17, ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായ ഏത് വസ്തുവാണ്? ഉത്തരം ഡി, സിലിക്കൺ ഡയോക്സൈഡ്. 18, മോണോസൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഇതിൻ്റെ ഉത്തരം സി ആണ്, തോറിയം. 19, മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഉത്തരം ബി ആണ്, ടാർട്ടാറിക് ആസിഡ്. 20, എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം എ ആണ്, ഓർഗാനോ ക്ലോറിൻ. 21, സെന്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരേപോലെ ആകുന്ന താപനില? ഇതിൻ്റെ ഉത്തരം ഡി, -40 ഡിഗ്രി. 22, കടൽ വെള്ളത്തിന്റെ pH മൂല്യം? തന്നിരിക്കുന്നവരില്ല. 8.1 ആണ്. 8.1. അടുത്ത നോക്കാം, ലോഹദ്യുതിയുള്ള ആലോഹം ഏത്? ഉത്തരം സി ആണ്, അയഡിൻ.
വിലയിരുത്താൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ഏത്? ഉത്തരം എ ടെക്നീഷ്യം. 25 ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഉത്തരം ബി ആണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. 26 അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ്. ഉത്തരം ബി ആണ് ക്രൂക്സ് ഗ്ലാസ്. 27 കാന്തശക്തിയുടെ യൂണിറ്റ് ഏത്? ഉത്തരം എ ആണ് വെബർ. കാന്തശക്തിയുടെ യൂണിറ്റ് ആണ് വെബർ. 28 വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ. ഉത്തരം ഡി ആണ് കോൺവെക്സ്. 29 ഒരു ചാലകത്തിന്റെ നീളം കൂടുന്തോറും അതിന്റെ റെസിസ്റ്റിവിറ്റി. ഉത്തരം സി മാറ്റമില്ല. 30 ന്യൂക്ലിയസിന്റെ വലിപ്പം അളക്കുന്നത്. ഉത്തരം ഡി ആണ് ഫെർമി. 31 ജീവാണുവളം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ലായക ജീവാണുവിന് ഉദാഹരണം. അതിൻ്റെ ഉത്തരം എ ബാസിലസ് പോളിമിക്സ്. 32 ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത്? അതിൻ്റെ ഉത്തരം സി ആണ് സുക്രോസ്. 33 ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. 34 സാർക്കോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറാണ്? ഉത്തരം സി ആണ് അസ്ഥി. 35 പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംവഹിക്കപ്പെടുന്നത്? ഉത്തരം എ ആണ് ജലം. 36 ക്ലോറോഫിൽ ബി ഇവയിൽ ഏതാണ്? ഉത്തരം ബി ആണ് C55H70 O6N4Mg. 37 കോശ ശ്വസനം വഴി കോശങ്ങളുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് CO2 രക്തത്തിൽ എത്തുന്നതെങ്ങനെ? എൻ്റെ ഉത്തരം ഡി ആണ് ടിഷ്യൂ ദ്രവത്തിലൂടെ. 38 PPL എന്ന ഏകകോശ ജീവി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം സി ആണ് മൈക്രോപ്ലാസ്മ. 39 പ്ലേഗ് ഉണ്ടാക്കുന്ന രോഗകാരി ഏത്? ഉത്തരം ഡി ആണ് യെർസീനിയ പെസ്റ്റിസ്. 40 ആൽക്കഹരിത് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? ഉത്തരം ബി പാവൽ. 41 മധ്യപ്രദേശ് വഴി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ താഴെ പറയുന്നതിൽ ഏതാണ്? എൻ്റെ ഉത്തരം ഡി ആണ് 23.5 ഡിഗ്രി ഉത്തരായന രേഖ. 42 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി രൂപപ്പെട്ടതും അവസാനമായി വിഭജിക്കപ്പെട്ടതുമായ സംസ്ഥാനം താഴെ പറയുന്നതിൽ ഏതാണ്? എൻ്റെ ഉത്തരം ബി ആണ് ആന്ധ്രാപ്രദേശ്. 43 ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം എ തമിഴ്നാട്. 44 പർവ്വത വിജ്ഞാനത്തെ പറ്റി അറിയാൻ താഴെ പറയുന്നതിൽ ഏത് പഠനശാഖയാണ് സഹായിക്കുന്നത്? ഉത്തരം സി ഓറോഗ്രാഫി. 45 ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം താഴെ പറയുന്നതിൽ ഏതാണ്? അതിൻ്റെ ഉത്തരം ഡി ആണ് പശ്ചിമ ബംഗാൾ. 46 റോഡുകൾക്കോ നദികൾക്കോ സമാന്തരമായി വരിവരിയായി കാണുന്ന വാസസ്ഥലങ്ങൾ താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം എ രേഖീയ മാതൃക. 47 മത്സ്യബന്ധനം താഴെ പറയുന്നതിൽ ഏത് മേഖലയിൽ പെടുന്നു? ഉത്തരം സി പ്രാഥമിക മേഖല. 48 താഴെ പറയുന്നതിൽ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നാണ് ശിലാമണ്ഡലം? ഉത്തരം സി ആണ് മാൻഡിൽ ഭൂവൽക്കം. 49 എല്ലാ ശിലകളും താഴെ പറയുന്ന ഏത് ശിലയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്? ഉത്തരം ബി ആഗ്നേയ ശില. 50 മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ താഴെ പറയുന്ന ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാകുന്നത്?
ഉത്തരം ഡി ആണ് ട്രോപ്പോസ്ഫിയർ. 51 ലോകമാന്യ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് താഴെ പറയുന്നതിൽ ആരാണ്? ഉത്തരം എ ആണ് ബാലഗംഗാധര തിലകൻ. 52 ബൂർബൺ രാജവംശം താഴെ പറയുന്നതിൽ ഏത് രാജ്യത്താണ് അധികാരത്തിലിരിക്കുന്നത്? സി ആണ് ഉത്തരം ഫ്രാൻസ്. 53 ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിനെ ഭയന്നൊളിച്ച പെൺകുട്ടി താഴെ പറയുന്നതിൽ ആരാണ്? ഉത്തരം ബി ആണ് ആൻ ഫ്രാങ്ക്. 54 ജ്ഞാനോദയ ചിന്തകളുടെ സവിശേഷത താഴെ പറഞ്ഞവയിൽ ഏതാണ്? ഉത്തരം ഡി ശാസ്ത്രീയ വീക്ഷണം. 55 1756 പ്രഷ്യ സാക്സണിയെ ആക്രമിച്ചതിനെ തുടർന്ന് യൂറോപ്പിൽ ആരംഭിച്ച യുദ്ധം താഴെ പറയുന്നതിലേതാണ്? ഉത്തരം സി ആണ് സപ്തവത്സര യുദ്ധം. 56 അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണപരിഷ്കാരം താഴെ പറഞ്ഞതിലേതാണ്? ഉത്തരം എ കമ്പോള പരിഷ്കരണം. 57 1791 ഒന്നാം തറാൻ യുദ്ധത്തിൽ വിജയിച്ച രാജാവ് താഴെ പറഞ്ഞതിൽ ആരാണ്? ഉത്തരം ഡി പൃഥ്വിരാജ് ചൗഹാൻ. 53 കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ലഭിച്ച തെളിവുകൾ ഏത് കാലഘട്ടത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? ബി ഇരുമ്പ് യുഗം. 59 പഴന്തമിഴ് പാട്ടുകളെ പ്രതിപാദിക്കുന്ന തിണകൾ അല്ലാത്തവ താഴെ പറയുന്നതിലേതാണ്? ഉത്തരം സി ആണ് വളഞ്ചിയർ. 60 മോഹൻജദാരോവിൽ കൽഖനനങ്ങൾ നടത്തിയത് താഴെ പറഞ്ഞതിൽ ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം എ ആണ് ആർ ഡി ബാനർജി. അടുത്തത് സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ്. 81 മുതൽ തുടങ്ങുന്നു. താഴെ പറയുന്ന പഠന വൈകല്യം അല്ലാത്തത് ഏത്? അതിൻ്റെ ഉത്തരം ബി ആണ് അനോറെക്സിയ. 82 കുട്ടികളിൽ സർഗാത്മകത പരിപോഷിപ്പിക്കുന്നതിന് അനുയോജ്യമായ സമീപനം ഏത്? ഉത്തരം ഡി ആണ് അയവുള്ള അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. 83ാമത്തെ ചോദ്യം. പിയാഷയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ജീവനുള്ളവയുടേതുപോലെ ഗുണങ്ങളുണ്ട് എന്ന് കുട്ടികൾ സങ്കല്പിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? എൻ്റെ ഉത്തരം സി ആണ് പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 84 പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠനനില ഉയർത്താൻ സഹായിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ? ഉത്തരം എ ആണ് വൈഗഡോസ്കി. 85 വിവ്രജന ചിന്തനം ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം സി ത്രിമുഖ സിദ്ധാന്തം. 86 ലഭിക്കുന്ന പരിശീലനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഏത് മേഖലയിൽ മികവ് പുലർത്താൻ കഴിയുമെന്നുള്ള സൂചനയാണ്? ഉത്തരം എ അഭിക്ഷമത, ആപ്റ്റിറ്റ്യൂഡ്. 87 കുട്ടികളിൽ ഉണ്ടാകുന്ന ഭയം ഇല്ലാതാക്കാൻ ഏത് മാർഗമാണ് അഭിലഷണീയം? ഉത്തരം ബി ആണ് പേടിയുണ്ടാക്കുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ അവസരം നൽകുക. 88 ഫ്രോയിഡൻ വീക്ഷണം അനുസരിച്ച് അക്ഷരപ്പിഴവുകൾക്കും നാക്കുപിഴവുകൾക്കും കാരണം? ഉത്തരം ഡി ദമനമാണ്, റിപ്രഷൻ. 89 തരംതിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏത് ഘടകത്തെ പരിപോഷിപ്പിക്കാൻ ഉതകുന്നു? ഉത്തരം സി ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധി. 90 ശരീരദ്രവ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചവരിൽ പ്രധാനിയാണ്? ഉത്തരം എ ആണ് ഹിപ്പോക്രാറ്റിസ്. 91 ശ്രീബുദ്ധനിലെ അഹിംസ താഴെ പറയുന്നതിൽ ഏതിന് ഉദാഹരണമാണ്? ഉത്തരം ബി മുഖ്യ സവിശേഷത, കാർഡിനൽ ട്രെയ്റ്റ്.
92 ക്ലാസ് ചുമരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ള പൂശി മനോഹരമാക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു. പിന്നീട് ഒരിക്കലും അവർ ചുമരുകൾ വൃത്തികേടാക്കിയില്ലെന്ന് മാത്രമല്ല വൃത്തികേടാക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഏത് സമയോജന തന്ത്രമാണ് അധ്യാപിക ഉപയോഗപ്പെടുത്തിയത്? ഉത്തരം ഡി ആണ്, ഉദാത്തീകരണം, സബ്ലിമേഷൻ. 93 ഒരു ചോദകത്തിന്റെ സാന്നിധ്യം പ്രതികരണത്തിന്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അത്? ഉത്തരം എ ആണ്, ധനപ്രബലകമാണ്. പോസിറ്റീവ് റീഇൻഫോഴ്സസ് ധനപ്രബലകം. 94 അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണമെന്ന് സിദ്ധാന്തിച്ചത്. അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണമെന്ന് സിദ്ധാന്തിച്ചത്. അതിൻ്റെ ഉത്തരം ബി ആണ്, കാൾ റോജേഴ്സ്. 95 കണ്ടെത്തൽ പഠനം താല്പര്യങ്ങൾ ആരുടെ സംഭാവന? ഉത്തരം സി, ജെറോം ബ്രൂണർ. 96 കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഉത്തരം ഡി ആണ്, നിരീക്ഷണ പഠനം. 97 പരിക്രമീകൃത ബോധം രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഇതിൻ്റെ ഉത്തരം ബി ആണ്, ഓപ്പറന്റ് കണ്ടീഷനിങ്. 98 പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണ് സിദ്ധാന്തിച്ചത്. ഉത്തരം എ ആണ്, ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ്. 99 കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം? ഉത്തരം സി, കുറയുന്നു. 100 ബാല്യകാല വികാരങ്ങളുടെ സവിശേഷതയല്ലാത്തത്? ഉത്തരം ഡി ആണ്, സ്ഥിരത. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഫൈനൽ ആൻസർ ഒക്കെയാണ് PSCയുടെ. അപ്പോൾ കൂട്ടുകാർക്ക് നോക്കാം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു.